ഭാര്യ ഒരിക്കൽ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല സ്വഭാവങ്ങളും എനിക്കുണ്ട്. എനിക്കിഷ്ടപ്പെടാത്ത പലതും നിങ്ങൾക്കും ഉണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരസ്പരം ഒന്ന് പങ്കുവെക്കണം. അതിനൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്കിഷ്ടപ്പെടാത്ത എൻ്റെ അപാകതകൾ നിങ്ങളും നിങ്ങളുടേത് ഞാനും ഒരു പേപ്പറിൽ എഴുതി വയ്ക്കാം. എന്നിട്ട് അത് രണ്ടുപേരും ചേർന്ന് വായിക്കണം. അങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞ് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാം. ഭർത്താവ്: ഓക്കെ എഗ്രീഡ്. ഭാര്യ ഭർത്താവ് ജോലിക്ക് പോയ ഉടനെ എഴുത്തു തുടങ്ങി. ഭർത്താവ് ഓഫീസിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ എഴുതുമായിരിക്കും എന്ന് അവളും കരുതി. വൈകുന്നേരം ജോലി കഴിഞ്ഞെത്തിയ ഭർത്താവിന് നല്ല ഒരു സ്ട്രോങ് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവൾ. അയാൾ ചായ കുടിച്ച് കഴിഞ്ഞ പാടെ ഭാര്യ പറഞ്ഞു, ഇനി നമുക്ക് വായിക്കാം അല്ലേ? അങ്ങനെ രണ്ടുപേരും അഭിമുഖമായി ഇരുന്നു. ഭർത്താവ് പറഞ്ഞു, നീ തന്നെ ആവട്ടെ ആദ്യം വായിക്കുന്നത്. അവൾ വായന തുടങ്ങി. നന്നേ ചെറിയ കാര്യങ്ങൾ പോലും വിടാതെ അവൾ എഴുതിയിരിക്കുന്നു. വായനയ്ക്കിടെ ഇടയ്ക്കിടെ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അയാളെല്ലാം കേട്ടിരിക്കുന്നു. ഒടുവിൽ അവസാനത്തെ വരിയും വായിച്ചു കഴിഞ്ഞ് അവൾ പറഞ്ഞു, ഇനി നിങ്ങളുടേത് വായിക്കൂ. അയാൾ 4 മടക്കിയ കടലാസ് പോക്കറ്റിൽ നിന്നും എടുത്ത് അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൂടി നീ തന്നെ വായിക്കും. വല്ലാത്തൊരു ഹൃദയമെടുപ്പോടെയാണ് അവൾ അത് തുറന്നത്. എന്തൊക്കെയാണവോ എഴുതി വെച്ചിരിക്കുന്നത്. ഒടുവിൽ തുറന്നു നോക്കുമ്പോൾ അവൾ അത്ഭുതപ്പെട്ടു. കടലാസ് ശൂന്യമായിരുന്നു. ഒന്നും എഴുതിയിട്ടില്ല. അവൾ ഒന്നും മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഗുണങ്ങളെ പോലെ തന്നെ നിന്റെ എല്ലാ അപാകതയും എനിക്കിഷ്ടമാണ് പെണ്ണേ. നിന്റെ ഗുണങ്ങളെ പോലെ തന്നെ നിന്റെ എല്ലാ അപാകതയും എനിക്കിഷ്ടമാണ്. ഞാനത് രസിക്കുന്നു. നിന്നെക്കുറിച്ച് എനിക്ക് ഒരു പരാതിയുമില്ല. അത് കേൾക്കെ അവൾ അയാളുടെ മാറിലേക്ക് വീണു. തേങ്ങി തേങ്ങി കരഞ്ഞു. ഹൃദയം കൊണ്ടെഴുതുന്ന കവിതയാണ് ദാമ്പത്യം. പ്രണയാമൃതം ആണ് അതിൻ്റെ ഭാഷ. സ്നേഹമാണ് അതിൻ്റെ അലങ്കാരം. ത്യാഗമാണ് അതിൻ്റെ സൗകുമാര്യം. വിട്ടുവീഴ്ചയാണ് അതിൻ്റെ അർത്ഥം. പരസ്പര ബഹുമാനമാണ് അതിൻ്റെ ആശയം. സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത്. അതിനാണ് എല്ലാവരും നെട്ടോട്ടം ഓടുന്നത്. അതുതന്നെയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനവും. പക്ഷേ അത് കിട്ടാൻ കാണിക്കുന്നതിൻ്റെ പാതി ശ്രമം പോലും ആരും കൊടുക്കാൻ കാണിക്കുന്നില്ല എന്നതാണ് നേര്. എല്ലാ മനസ്സുകളിലും ഉണ്ട് സ്നേഹം. പക്ഷേ അത് പ്രകടിപ്പിക്കുന്നതിലാണ് ഏറ്റക്കുറച്ചിലുള്ളത്. ഒന്നുകിൽ പ്രകടിപ്പിക്കാൻ അറിയില്ല, അല്ലെങ്കിലോ പിശുക്ക് കാണിക്കുന്നു. അതുമല്ലെങ്കിൽ ഉള്ളിലുണ്ടായാൽ മതി, പുറമെ കാണിക്കണ്ട എന്ന മൂഢ ധാരണ. സത്യം പറഞ്ഞാൽ ഈ കഴിവുകേടാണ് സ്വർഗമാകേണ്ട പല വീടുകളും നരകമാക്കുന്നത്. വീട് സ്നേഹ വീടാക്കാൻ രണ്ടുപേരും മനസ്സിരുത്തണം. ഞാൻ ഈ വരികൾ ഒന്നുകൂടി വായിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഈ കഴിവുകേടാണ് സ്വർഗമാകേണ്ട പല വീടുകളും നരകമാക്കുന്നത്. വീട് സ്നേഹ വീടാക്കാൻ രണ്ടുപേരും മനസ്സിരുത്തണം. രണ്ടുപേരും മനസ്സിരുത്തണം.